ഉണക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബദരീനാഥ് യാത്രാമധ്യേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹനുമാൻ ചട്ടി എന്ന ഈയൊരു പുണ്യക്ഷേത്രത്തിനടുത്താണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹനുമാൻ ക്ഷേത്രമാണ്. ഇനി ഇവിടുന്ന് 11 കിലോമീറ്ററാണ് ബദരീനാഥിലേക്ക് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ഹനുമാൻ ചട്ടിയുടെ. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അവർ ബദരീനാഥിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ദ്രൗപദി ദേവി ബ്രഹ്മകമലം, ഇവിടുത്തെ പ്രസിദ്ധമായിട്ടൊരു പുഷ്പമാണ് ബ്രഹ്മകമലം. ഈ ബ്രഹ്മകമലം അളകാന്തയിലൂടെ ഒഴുകിപ്പോണത് കണ്ട് തനിക്കത് വേണം എന്ന ആഗ്രഹം ഭർത്താവായിരിക്കുന്ന ഭീമസേനെ അറിയിക്കുകയാണ്. അങ്ങനെ ഈ ബ്രഹ്മകമലം അന്വേഷിച്ച് മലയാളികൾ കല്യാണ സൗഗന്ധികം എന്ന് പറയും. ഈ ബ്രഹ്മകമലം അന്വേഷിച്ച് ഈ ഭീമസേനൻ യാത്ര ചെയ്തു. അങ്ങനെ ഇവിടെ അടുത്ത് ധാരാളം പുഷ്പങ്ങളൊക്കെയുള്ള, ഇന്ന് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയേണ്ടതായിരിക്കുന്ന ഒരു ഭാഗം ആ പർവ്വതത്തിൻ്റെ മറുവശത്താണ്. അവിടെ പോയിട്ട് ബ്രഹ്മകമലം അന്വേഷിച്ച് പോവുകയായിരുന്നു. അങ്ങനെ വഴിയിൽ മഹാവൃദ്ധനായിരിക്കുന്ന ഒരു വാനരൻ വാല് നീട്ടി കിടക്കുന്നതായിട്ട് കണ്ടു. വൃദ്ധനായിരിക്കുന്ന ആ ഭീമസേനൻ ആ വാനരനോട് വാല് മാറ്റാനും മാറിക്കിടക്കാനും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ദയനീയ ഭാവത്തിൽ ആ വൃദ്ധനായിരിക്കുന്ന വാനരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മഹാവൃദ്ധനാണ്, എനിക്കിപ്പോൾ ഇവിടുന്ന് അനങ്ങാനൊന്നും സാധിക്കില്ല, താങ്കൾ മഹാബലവാനല്ലേ, ഈ വാലൊന്ന് എടുത്ത് മാറ്റി വെച്ചൂടെ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഭീമസേനൻ ഈ വൃദ്ധനായിരിക്കുന്ന വാനരൻ്റെ വാല് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിച്ച് അദ്ദേഹത്തിന് അനക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തൊഴുതുകൊണ്ട് അങ്ങ് ആരാണ് എന്ന സത്യം അറിയിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്ത് ഭീമസേനെ അനുഗ്രഹിച്ചതായിട്ടുള്ള സ്ഥാനമാണ് ഇത്. കല്യാണ സൗഗന്ധികം അന്വേഷിച്ചു പോയി ഭീമസേനെ അനുഗ്രഹിച്ചതായിട്ടുള്ള സ്ഥാനമാണിത്. ബദ്രീനാഥിലേക്ക് പോണതായിരിക്കുന്ന തീർത്ഥാടകർ ഇവിടെ ഒന്ന് കയറി തൊഴാറുണ്ട്. തൊഴുത് ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോവാറ്. എന്താച്ചാൽ സുഗമമായ ഒരു ദർശനത്തിന് ആഞ്ജനേയരുടെ അനുഗ്രഹം അനിവാര്യമാണ്. ആ ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ.